നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊരു തെളിവായി എൻ്റെ കയ്യിലിരിക്കട്ടെ. ഇന്ന് നീ എൻ്റെ കാൽച്ചുവട്ടിൽ അടിമയായിരിക്കാൻ ഇതെനിക്ക് വേണം. അർച്ചനയല്ലേ? അതെ. ഞാൻ അജയന്റെ അമ്മായിയാ. ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം പറയാനാ. നാളെ DGP സാറിനെ കാണാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. അജയന്റെ കേസ് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഈ അപകടത്തിലും സംശയമുണ്ടെന്ന് പറഞ്ഞ് DGP സാറിന് നാളെ ഒരു പരാതി കൊടുക്കാന്നാ കരുതുന്നത്. ഞാൻ കൂടെ വരണോ? വേണോന്നില്ല. മക്കളെ ആരെങ്കിലും കൂട്ടി ഞാൻ പോകാം. പോകുന്നതിന് മുൻപ് മോളെ ഒന്ന് വിളിച്ചറിയിച്ചേ ഉള്ളൂ. എന്നാ ഞാൻ നാളെ അവിടെ പോയിട്ട് വന്നതിന് ശേഷം മോളെ വിളിക്കാം. അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ച ചെല്ലാനാ ഡോക്ടർ പറഞ്ഞു വിട്ടത്. എന്തായാലും DGP സാറിനെ കണ്ട് പരാതി കൊടുക്ക. ഞാൻ ACP സാറിനോട് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ. ഓ, പിന്നെ തൽക്കാലം ഈ കാര്യം ആരും അറിയാതെ നോക്കണം. അറിയാം മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. ശരി എന്നാ. ശരി. ഞങ്ങള് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ധനുഷ് പറയും. പറയാം. പക്ഷേ അതിനു മുൻപ് താൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇനി മുതൽ ബിജു ചെയ്യുന്നത് എന്തു തന്നെ ആയാലും അത് വളരെ രഹസ്യമായിട്ടായിരിക്കണം. കാരണം നീ ആരാണെന്നും അനൂപിനെ അപകടപ്പെടുത്തിയത് നീയാണെന്നുമെല്ലാം പോലീസിനും അതുപോലെ അർച്ചനയ്ക്കും നന്നായി അറിയാം. രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം ചെയ്യുന്നതും അത് ആരും അറിയാതെ കൈകാര്യം ചെയ്യാനുമൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. ഇനിയെങ്കിലും ഇതൊന്നും ആരെ അറിയിക്കാതിരിക്കാൻ താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് സഹായികളെ വേണമെങ്കിൽ നീ കൂടെ കൂട്ടിക്കോ. നിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടക്കുക എന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇനി കാര്യത്തിലോട്ട് വരാം. ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ഞങ്ങൾ കരുതിയതിനേക്കാളും ഗംഭീരമായിട്ട് ചെയ്തു. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി റിസ്ക്കായ കാര്യമാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ഒരാളെ ഒരു ദിവസത്തേക്ക് കിഡ്നാപ്പ് ചെയ്ത് പൂട്ടിയിടണം. പേര് സച്ചി. ഫോട്ടോ അവന്തിക നിനക്ക് അയച്ചു തന്നായിരുന്നല്ലോ. തന്നായിരുന്നു. അതിൽ കാണുന്ന സച്ചി എന്ന് പറയുന്നവൻ എന്റെ വിവാഹത്തിന്റെ തലേ ദിവസം മിസ്സിംഗ് ആവണം. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ അവൻ തിരികെ വരാവൂ. സാറേ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഈ സച്ചി എന്ന് പറയുന്ന ആള് സാർ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളെയാണെന്നാ മേഡം പറഞ്ഞത്. അങ്ങനെ വരുമ്പോ അയാൾ മിസ്സിംഗ് ആയ ഈ വിവാഹം എങ്ങനെ നടത്തും? അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നെല്ലിശ്ശേരിയിലെ ഒരാണുങ്ങൾക്കും തലച്ചോറില്ല. എന്തു പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോളൂ. അതുകൊണ്ട് ഈ വിവാഹം എങ്ങനെ നടത്തണമെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. നിങ്ങൾ സംസാരിക്കേ. ഹലോ, പറഞ്ഞോ. സച്ചിയെ നീ കിഡ്നാപ്പ് ചെയ്യുന്നതോടെ അർച്ചന സച്ചിയെ തിരക്കി ഇറങ്ങും. അങ്ങനെ അവളും അങ്ങ് ഒഴിവാവും. എന്നിട്ട് വേണം സ്വസ്ഥമായിട്ട് സ്നേഹ വിവാഹം കഴിക്കാൻ. സാർ ധൈര്യമായി
വിവാഹത്തിന്റെ കാര്യങ്ങളിലേക്ക് വെക്കോ. സാറ് പറഞ്ഞ ജോലി കൃത്യമായി ആ സമയത്ത് ഞാൻ ചെയ്തിരിക്കും. വിവാഹത്തിന് സച്ചയും കാണില്ല, അർച്ചനയും കാണില്ല. ഇത് ബിജുവിന്റെ വാക്കാ. ആ എത്താറാവുമ്പോ പറയേ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞോ? ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. ഞാൻ പറഞ്ഞ ജോലി ചെയ്യുന്നതിന് നിനക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. തൽക്കാലം ഇത് വെച്ചോ. ഇതൊരു തെളിവായി എൻ്റെ കയ്യിലിരിക്കട്ടെ. ഇന്ന് നീ എൻ്റെ കാൽച്ചുവട്ടിൽ അടിമയായിരിക്കാൻ ഇതെനിക്ക് വേണം. ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ. നാളെ കഴിഞ്ഞാൽ ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹമാണെന്ന് എല്ലാവർക്കും അറിയാലോ. മറ്റന്നാളാണ് വിവാഹമെങ്കിലും അന്ന് വരാൻ അസൗകര്യമുള്ളവരൊക്കെ നാളെ രാത്രി ഇവിടേക്ക് വരും. അപ്പോ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ധനുഷിന്റെ വീട്ടിൽ പാർട്ടികളൊക്കെ. അപ്പൊ ധനുഷും സ്നേഹയും നാളെ മറ്റൊരിടത്തും പോകാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. വരുന്നവർക്കുള്ള ഭക്ഷണം, താമസം, മറ്റ് സൗകര്യങ്ങൾക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. അതിന് നന്ദൻ മാത്രം വിചാരിച്ച പോരാ. നാളെ മുതൽ സച്ചിയും ഓഫീസിൽ പോകണ്ട. ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം. അത് പറ്റില്ല അച്ഛാ. നന്ദേട്ടനില്ല, സന്ദീപില്ല, ധനുഷില്ല, അനുപേട്ടനുമില്ല. ഇനി ഞാനും കൂടെ അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവില്ലേ? എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് നീ കാണില്ലെന്നാണോ? അങ്ങനെ ഒരു തീരുമാനം എടുത്ത് സ്നേഹ എന്നെയൊക്കെ വിഷമിപ്പിക്കാനാണോ നിന്റെ തീരുമാനം? അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല അച്ഛാ. അവിടെ കൂട്ടത്തിൽ ഒരാളായി ഞാനും ഉണ്ടാവും. നീ എന്തൊക്കെയാ സച്ചി പറയുന്നത്? വിവാഹത്തിന് വരുന്ന ആൾക്കാരിൽ ഒരാളായോ? അങ്ങനെയാണോ നീ സ്നേഹമായിട്ടുള്ള ബന്ധം? നീ അവളുടെ ഏട്ടനല്ലേ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ അവൾക്ക് ഏട്ടന്മാരായിട്ടുള്ളത്. സന്ദീപും കൂടില്ലേ? സ്നേഹയുടെ വിവാഹം നടത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഈ ചർച്ചയിൽ അവനെ എന്താ ആരും വിളിക്കാത്തത്? വിളിച്ചില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ വിളിച്ചിരുന്നു. അവിടെ ആതിരയ്ക്ക് എന്തൊക്കെയോ സ്കാനിംഗ് ഉണ്ടെന്നും അതുകൊണ്ട് വരാൻ സാധിക്കില്ലെന്നൊക്കെയാണ് സന്ദീപ് എന്നോട് പറഞ്ഞത്. കുടുംബത്തിലുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.